ഹലോ, എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മസാജ്, നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയറിനകത്തുള്ള മോർണിംഗ് മസാജസ് ആണ് കേട്ടോ. ഇന്നലെ ആരോ ചോദിച്ചു ചേച്ചിക്ക് എപ്പോഴും കോൾഡാന്ന് തോന്നുന്നു. എനിക്കാണെങ്കിലേ ഒരു ദിവസം രാത്രി ഫുൾ എണ്ണ വെച്ച് കിടന്നതാണ് പണി കിട്ടിയത്. എനിക്ക് കോൾഡ് വന്നാൽ മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും. സാരല്ല, അത് പതുക്കെ മാറട്ടെ. എൻ്റെ മുടി നല്ല ഷൈനിങ് ആയിട്ടുണ്ടോ. ഞാൻ ഇന്ന് ആക്ച്വലി ഹൈദരാബാദ് പോവുകയാണേ. അപ്പോൾ ഞാൻ ഇന്നലെ എണ്ണയും ഇൻഡിഗോയും ഒക്കെ ഇട്ടു തലയിൽ. കണ്ടോ, നല്ല നല്ല നമുക്ക് എണ്ണ ഇൻഡിഗോ ഇട്ടാറുണ്ടല്ലോ, മുടി ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് നടക്കും. എനിക്ക് നല്ല ഒരു ഇന്നലെ രാത്രിയാണ് ഇൻഡിഗോ ഇട്ടത്. ഇൻഡിഗോ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് മുടി നല്ലൊരു ഓളിയമൈസ്ഡ് ആയിട്ട് കിടക്കും. ഓക്കെ, നമുക്ക് തന്നെ എണ്ണ ഇൻഡിഗോ ഉള്ള ടക്കനെ കുറച്ച് ഇൻഡിഗോ എടുത്ത് കുറച്ച് തേയില വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒന്ന് തലയിലൊക്കെ അപ്ലൈ ചെയ്തു. എണ്ണ ഇട്ടില്ല കാരണം തണുപ്പല്ലേ. ഞാൻ എണ്ണ ഇട്ടില്ല, ഇൻഡിഗോ മാത്രമേ ഇട്ടുള്ളൂ. ഓൾറെഡി എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ എണ്ണ ഇട്ടില്ല. പിന്നെ എല്ലാവരും ഉത്രാടപ്പാച്ചിലൊക്കെ ആയിരിക്കും അല്ലേ. ഇന്ന് ഉത്രാടല്ലേ? ഉത്രാടപ്പാച്ചിൽ. ഇപ്രാവശ്യം എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഭയങ്കര വിഷമം. നാളെ നമുക്ക് വീഡിയോ ഇല്ല കേട്ടോ. നാളെ എല്ലാവരും റിലാക്സ് ആയിട്ട്, നമുക്ക് വെയിറ്റ് ലോസ് ചലഞ്ചും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ റിലാക്സ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കുക. കലോറി ലിസ്റ്റ് ഞാൻ നമ്മുടെ വെയിറ്റ് ലോസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുഡ് അറിഞ്ഞ് കഴിക്കുക, ഒരുപാട് ഓവറായിട്ട് കഴിക്കേണ്ട. ആവശ്യത്തിനെല്ലാം ഒന്ന് രുചിച്ച് നോക്കി, ടേസ്റ്റ് നോക്കി നല്ല ഫ്രീ ആയിട്ട് കഴിക്കാം. മസാജിങ് ഒക്കെ നാളെ ഫ്രീ ആയിട്ട് വിടുക കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളൊരു പാക്ക് കൂടെ കാണിക്കാം. അതായത് നിങ്ങൾ ഒന്ന് അത്യാവശ്യം, ഞാൻ ആക്ച്വലി ഇന്ന് വെളിയിൽ പോകുന്നതുകൊണ്ട് ഇന്നാണ് ഞാൻ ആ പാക്ക് ഇട്ട് കേട്ടോ. നല്ല കിട്ടിലും പാക്കായിരുന്നു. ഞാൻ ആ പാക്കിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഒന്നുകിൽ വൈകുന്നേരം വരുന്ന മാതിരി ഇടാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുന്ന മാതിരി ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടേ ഞാനിന്ന് പോവുള്ളൂ കേട്ടോ. കാരണം പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കുറച്ച് എന്താ പറയുക, സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് ചെറിയ മസാജിങ്സ്, വളരെ ചെറിയ കുറച്ച് മസാജിങ്സ് കാണിച്ചു തരാം. അത് നമുക്ക് സ്കിൻ നല്ലൊരു ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ ഇന്ന് ഉപയോഗിക്കുന്നത് ഒപ്തൻ സിറം ആണ്, വൗവിൻ്റെ ഒപ്തൻ സിറം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഈ സിറം നല്ലൊരു സിറം ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ മാറി ഉപയോഗിക്കുന്നുണ്ട്, വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. സ്കിന്നിൽ നമ്മൾ ആക്ച്വലി എല്ലാം അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ചുമ്മാ ഒന്ന് മാത്രം അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ അങ്ങ് അഡ്ജസ്റ്റഡ് ആക്കാതെ എല്ലാം ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ മാക്സിമം പാരബനൊന്നും ഇല്ലാത്ത ഹെർബൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരു ദിവസം എൻ്റെ റൊട്ടീൻസ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചുമ്മാ വീട്ടിൽ നിൽക്കുന്ന സമയത്തുള്ള റൊട്ടീൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കണ്ടോ, ഇവിടെ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വെട്ട് ഭാഗമല്ലേ, ഇവിടുന്ന് ഇങ്ങനെ അല്ലേ കവിള തുടങ്ങുന്നത്. നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് കേട്ട് ചെയ്യണം കേട്ടോ, എങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. കവിത ഇങ്ങനെ മസാജ് ചെയ്യാൻ പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ഇങ്ങനെയൊക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തില്ല. നമ്മുടെ ഈ ഒരു കണ്ടോ ഇങ്ങനെ വെട്ട് വരുന്നൊരു ഭാഗം, അതായത് കവിള് പൊങ്ങി നിൽക്കുന്ന ആ ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് 1 കണ്ടോ, ഇവിടെ എൻഡ് വരെ 2 3 4 ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാം. 5 6 സാവധാനം ചെയ്യാം. 7 8 9 10 11 12 സ്കിന്ന് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. 13 14 15 16 17 18 19 20. ഓക്കെ, റിലാക്സ്. ഇവിടെ ഇങ്ങനെ നല്ലപോലെ ഉയർത്തി കൊടുക്കാം. പ്രഷർ പോയിന്റ്സ് ആണ് കേട്ടോ. നമുക്ക് 20 അല്ല 50 കൗണ്ട്സ് വരെ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, മുടി അഴിച്ചിട്ടേക്കുന്ന ഒരു കാരണമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മുടി അഴിച്ചിട്ടേക്കുന്നത്. അടുത്തത് നമ്മുടെ താടിയുടെ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിഞ്ച് ചെയ്ത് വിടുക. ഇങ്ങനെ കണ്ടോ, ഇവിടുന്ന് താടിയുടെ നെറ്റ് കവിളിൻ്റെ എൻഡ് വരെ 1 ഉണ്ടോ, ഇതുപോലെ പിഞ്ച് ചെയ്യുക. 2 3 നല്ല പോലെ പിഞ്ച് ചെയ്തിടുക. 4 5
6, 7. എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടുകൂടി വേണം ചെയ്യാനായിട്ട്. 8. ആരെങ്കിലുള്ള ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ഫേസ് മസാജ് ചെയ്യാതിരിക്കരുത്. 9. നമുക്കെന്തിനാ ദേഷ്യം അല്ലേ? നമ്മുടെ കാര്യം നോക്കി സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. 10. ഇതൊക്കെ ഒരു സെൽഫ് ലവിന്റെ ഭാഗമാണ് ഈ ഒരു ഫേസ് മസാജ് എന്നൊക്കെ. നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുന്നു, അതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ ഫേസ് ഒക്കെ കെയർ ചെയ്യുന്നത്. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഞാൻ എപ്പോഴും ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കൂടെ ഫോളോ ചെയ്യാൻ പറയുന്നത്, നമ്മൾ ഓരോ ദിവസമായിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. ഏതെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും എല്ലാ ഇടങ്ങളിലും നമ്മൾ മാറി മാറി മസാജിങ് കൊടുക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ ടെമ്പിൾ ഭാഗം, അതായത് ഈ ഭാഗം, നമ്മുടെ ഈ ടെമ്പിൾ ഭാഗത്ത് കൈവച്ച് തലയിൽ കൈവച്ചേക്കാം. എന്നിട്ട് ഇതുപോലെ മസാജ് കൊടുക്കാം. 1, തലയിലല്ല മസാജ് കൊടുത്തേക്കുന്നത് ഞാൻ, ടെമ്പിൾ ഭാഗത്താണ്. 2, 3, ഇങ്ങനെ റൗണ്ട് ആയിട്ട്. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. നല്ലൊരു സ്ട്രെസ് റിലാക്സേഷനും കൂടെയാണ് കേട്ടോ. നിങ്ങളുടെ സ്ട്രെസ്സും ആവശ്യമില്ലാത്ത ചിന്തകളും കുറച്ചാൽ തന്നെ നമ്മുടെ ഫേസ് നല്ല യങ്ങായിട്ടിരിക്കും. സ്ട്രെസ്, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇത് രണ്ടും കുറയ്ക്കുക. ബുദ്ധിമുട്ടാണെന്നറിയാം, ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ച് നടക്കാത്ത കാര്യമുണ്ടോ? അടുത്തത് മുടി ഇങ്ങനെ ബാക്കിലേക്ക് ഇതുപോലെ. 1, 2, 3, 4, 5, ഇങ്ങനെ ബാക്കിലേക്ക് കോതി വിടും. 6, 7, നഖം വെച്ചിട്ടല്ല കൈ വെച്ചിട്ട്. 8, 9, 10, 11, 12, 13, 14, 15, 16, 17. രാവിലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സുഖമാണെന്നറിയാം. 18, 19, 20. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ ചെയ്യും കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇത് സെയിം റിപ്പീറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ ചെയ്യും. കാരണം ഞങ്ങൾ പറഞ്ഞല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം റിലാക്സ് ആയിട്ടിട്ട് അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യും. അങ്ങനെ നിങ്ങളിപ്പോൾ കുഴപ്പമില്ല, ഞാൻ കേട്ട് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തല കൈ ഉള്ളിൽ വെച്ചിട്ട് റൗണ്ടായിട്ട് ഇതുപോലെ മസാജ് ചെയ്യിക്കുക. ഞാൻ റൗണ്ട് 1, 2, നമ്മുടെ ഈ തള്ളവിരലുണ്ടല്ലോ, ഈ ചെവിയുടെ തൊട്ട് മുകളിലായിട്ട് വെച്ചേക്കാം. വിരലുകളെല്ലാം മുടിയുടെ ഇടയിലായിട്ട് വയ്ക്കാം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, നമ്മുടെ ആ ഒരു ഉച്ചി ഭാഗം. 9, 10, 11, 12, 13, 14, 15,
16, 17, 18, 19, 20. റിലാക്സ്. ഓക്കെ, നമ്മൾ തലയിലും മസാജ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അത് നമ്മുടെ ഫേസിലും റിഫ്ലക്റ്റ് ആകും. അപ്പോൾ ഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞാൻ എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരാം. നമ്മൾ തലയിൽ തൊട്ടതല്ലേ, അതിനുശേഷം നമുക്ക് ഫേസ് മസാജ്. എപ്പോഴും നിങ്ങൾ തലയിൽ തൊട്ടതിന് കൈ ഒന്ന് കഴുകിയിട്ട് വേണം നിങ്ങൾ ഫേസിൽ തൊടാനായിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ പിന്നെ ഫേസ് മസാജ് ഒന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് കൈ വാഷ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അടുത്തത് നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗം മസാജ് ചെയ്യുക. നല്ല പോലെ താഴേക്ക് മസാജ് ചെയ്യുക. ഓക്കെ, കൈ കഴുകിയിട്ടില്ല. ഓക്കെ, നമ്മുടെ ഒരു സിറം ഇട്ട് ഒന്ന് കൈ ഇപ്പം എഴുന്നേറ്റ് പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആവില്ലേ, കൈ ഒന്ന് തുടച്ചേക്കാം. ഓക്കെ, എന്നിട്ട് താഴേക്ക് ഇതുപോലെ മസാജ് ചെയ്യുക. 1, 2, 3, നല്ല പോലെ താഴേക്ക്. 4, 5, 6, 7, 8, 9, 10, 11. ഇതൊരു ജസ്റ്റ് ഒരു സ്പ്രെഡ് മാത്രമാണ് കേട്ടോ. 12, 13, 14, 15, 16. നമ്മൾ മസാജിങ് അല്ല, ഇങ്ങനെ വിരൽ ഓടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 17, 18, 19, 20. റിലാക്സ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കൈ ഇതുപോലെ വെക്കുക. കൈ വെക്കുന്ന സമയത്ത് ഈ 3 വിരലുണ്ടല്ലോ, ഈ 3 വിരല് നമ്മുടെ ഈ ഒരു കവിളിന്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് വലിക്കുക. അവിടെ ഈ ചുണ്ടിന്റെ ഈ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് വലിക്കുക. നമ്മുടെ ഈ കുഞ്ഞു വിരൽ വെച്ച് കണ്ണ് മുകളിലേക്ക് വലിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 വിരല് നമ്മുടെ ഈ ചുണ്ടിന്റെ ഈ ഒരു സ്കിന്ന് ഇങ്ങനെ മുകളിലേക്ക്, കണ്ടോ, ഇങ്ങനെ മുകളിലേക്ക്. ഈ ഒരു കൈ കൊണ്ട് കണ്ണിന്റെ കോണ് മുകളിലേക്ക്, എന്നിട്ട് കൈ ഇങ്ങനെ ചരിച്ചു വയ്ക്കുക. മനസ്സിലായില്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്തത് ഈ സൈഡും അതേപോലെ തന്നെ ഇതുകൊണ്ട് ഇങ്ങനെയും കണ്ണിന്റെ ഇവിടെ ഇങ്ങനെയും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, റിലാക്സ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ സൈഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ലാസ്റ്റ് ഈ കൈയും കൂടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. ഓക്കെ, ഇന്നെൻ്റെ ഫേസ് നിങ്ങൾ ഇന്നലെ കണ്ട ഫേസിനെ കാട്ടി കുറച്ചുകൂടി ഒരു ഗ്ലോ ആയിട്ട് തോന്നില്ലേ? ആ പാക്ക് ഇട്ടതിൻ്റെയാണ് കേട്ടോ. ആ ഒരു പാക്ക്, നാച്ചുറൽ പാക്ക്. ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇടാം. നിങ്ങൾക്ക് നാളെ തിരുവോണത്തിന് സുന്ദരി കുട്ടികളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരൊറ്റ പാക്ക് മതി. കിട്ടില്ല പാക്കാണ്. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ പറ്റുവാണെങ്കിൽ ഉച്ചയ്ക്ക്, ഇല്ലെങ്കിൽ വൈകുന്നേരം. എൻ്റെ ഫ്ലൈറ്റ് 2 മണിക്കാണ്. അതിനു മുമ്പ് ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. ഇൻ കേസ് വിട്ടു പോകത്തില്ല, മാക്സിമം ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. നല്ല കിട്ടിലനായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. നാളെ വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട്, ഒരു ഷോർട്സോ, നാളെ സെറ്റ് സാരി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതൊരു ഷോർട്ടായിട്ടോ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. എല്ലാവരും ഓണം അടിച്ചു കുളിക്കുക. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എൻ്റെയും ഉൾപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ഓണം ആയിരിക്കട്ടെ. നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഓണം ആയിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ദൈവം തമ്പുരാൻ തരട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക.
സങ്കടങ്ങളെയൊക്കെ ഒരു ഓരത്തിലോട്ട് മാറ്റി വയ്ക്കുക, സന്തോഷങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.